ആ കഴിക്കാം. 8 വർഷത്തിന് ശേഷം വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. കുളിപ്പിച്ചിട്ട് തിരിച്ച്. ആര് കുളിപ്പിച്ചു? ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് മൂകാംബികയിലാണ്. അതെ, ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് രാവിലെ ഒരു 6 മണി 7 മണിയൊക്കെ ആയോ? 6 മണിക്ക് ഇറങ്ങി. 6 മണിക്ക് ഇറങ്ങി ഇവിടെ ഒരു വൈകുന്നേരം 5 മണിയൊക്കെ ആയപ്പോൾ എത്തി. പിന്നെ ഞങ്ങൾ നേരെ ഫ്രഷായി 6:15 മുന്നേ പോയി തൊഴാന്ന് വിചാരിച്ച കയറിയതാ. പക്ഷെ ഭയങ്കര ക്യൂ ആണ്. അപ്പം 6 മണിക്ക് നമ്മൾ ക്യൂവിൽ കയറിയതാണ്. പക്ഷെ തൊഴുത് ഇറങ്ങിയപ്പോഴേക്കും 8:30 കാരണം 6 മണി സമയത്ത് കയറി കഴിഞ്ഞാൽ ഇടയ്ക്ക് അത് കഴിഞ്ഞ് 6:30 7 മണിക്ക് എല്ലാം പൂജകളുണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നട അടച്ചുകൊണ്ടേയിരിക്കും. അപ്പം നമ്മളകത്തോട്ട് കയറത്തില്ല. ഇവിടെ വരുമ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ പൂജയുടെ സമയങ്ങളുണ്ട്. ആ സമയങ്ങളിൽ മാക്സിമം നമ്മൾ ക്യൂവിൽ കയറാതിരിക്കുക. അതിന് മുന്നേ അല്ലെങ്കിൽ അതിന് ശേഷം വന്ന് തൊഴാൻ നിൽക്കുക. അതായിരിക്കും നല്ലത്, അല്ലേ? അതെ, ഇല്ലെങ്കിൽ വെറുതെ ക്യൂ നിൽക്കത്തുള്ളൂ. കാരണം നട അടച്ചിട്ടിരിക്കുമ്പോൾ ക്യൂ നീങ്ങത്തില്ല. ക്യൂ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. പൂജ കഴിഞ്ഞുള്ള സമയമാകുമ്പോൾ പെട്ടെന്ന് ക്യൂ നീങ്ങി നമുക്ക് തൊഴുതിറങ്ങാൻ പറ്റും. അതെ, അപ്പം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അമ്പലത്തിന് ബാക്ക് സൈഡിൽ തന്നെ. എന്ന് വെച്ചാൽ ഒരു പാലം കയറി നമ്മൾ അമ്പലത്തിലെത്തുക. ആ രീതിയിൽ അത്ര അടുത്തുള്ള ഒരു ഹോട്ടലിൽ തന്നെ. അത് നമ്മുടെ പേരൻസ് ഇവിടെ ഒരു 2 ദിവസത്തിന് മുന്നേ ഇവിടെ തന്നെ ആയിരുന്നു സ്റ്റേ ചെയ്തത്. അപ്പം അവർ തന്നെ നമുക്ക് വേണ്ടി ബുക്ക് ചെയ്ത്, അല്ലാതെ ഞങ്ങൾ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് എല്ലായിടവും തീർന്നിരിക്കുമായിരുന്നു. കാരണം അത്രയും തിരക്കുള്ള സമയമായിരുന്നു. അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് അടുത്ത് തന്നെ, അമ്പലം അടുത്ത് തന്നെ. 5 മിനിറ്റ് പോലും ഇല്ല. ജസ്റ്റ് ഒന്ന് നടന്നാൽ നമ്മൾ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ചെന്നെത്തും. അങ്ങനെ കിട്ടിയതാ. പക്ഷെ ഒരു 3 മണിക്കൂർ 3.5 മണിക്കൂർ ഞങ്ങൾക്ക് അകത്ത് ക്യൂ നിൽക്കേണ്ടി വന്നു. അപ്പം മെയിനായിട്ട് നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാ, പൂജയുടെ സമയത്ത് പോവാതിരിക്കുക. പൂജയ്ക്ക് മുന്നേ അല്ലെങ്കിൽ പൂജയ്ക്ക് ശേഷമോ. പൂജയ്ക്ക് ശേഷം പോയി കഴിഞ്ഞാൽ 9 മണി 9:30 ആവുമ്പോഴത്തേക്ക് രാവിലെ ഒക്കെ ആണെങ്കിൽ 8 മണി. പൂജയ്ക്ക് മുമ്പ് പോകുക എന്നുള്ളതാണ്. 6 മണിക്ക് മുമ്പ് തൊഴുക എന്നുള്ള രീതിയിൽ പോകണം. കാരണം 6:30 പൂജ. അപ്പം അപ്പോഴത്തെ 6 മണിക്കൊക്കെ പോയി ക്യൂ കയറിയാലും തിരക്കിനനുസരിച്ച് 6:30 മുമ്പേ നമുക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആ ക്യൂവിൽ നമ്മൾ നിന്നു. അതാണ് ഞങ്ങൾക്ക് ഇന്ന് പറ്റിയത്. 6 മണിക്ക് മുമ്പ് പോയി തൊഴുന്ന രീതിയിൽ പോയാൽ അധികം നേരം നിൽക്കേണ്ടി വരാതെ തൊഴുതിട്ട് വരാം. അതെ അതെ. അപ്പം ഇടയ്ക്കൊക്കെ ഞാൻ എടുത്ത ക്ലിപ്സൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. ഇന്ന് ആദ്യത്തെ ദിവസത്തെ കുറച്ച് വിഷ്വൽസ് ഉണ്ട്, അതൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. പിന്നെ ഈ വ്ളോഗ് ഞങ്ങൾ നാളെയും മറ്റന്നാളിലുമായിട്ട് ഇവിടെ തന്നെയാണ്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തായിരിക്കും ഈ വ്ളോഗിൽ വരാൻ പോകുന്നത്, ഇല്ലേ? സെപ്പറേറ്റ് വ്ളോഗൊന്നും ഇല്ല. അതായത് നാളെ ഞങ്ങൾക്ക് കുടജാദ്രി കയറണമെന്നുണ്ട്. അപ്പം ഇതൊരൊറ്റ വ്ളോഗായിരിക്കും കേട്ടോ. ഇതിൻ്റെ ബാക്കി നാളെ നമുക്ക് കാണാം. ഇത് തുടരുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ മൂകാംബികയിൽ എത്തിയിട്ടുണ്ട്, അല്ലേ? അതെ, നല്ല ക്യൂ ഉണ്ട്. ക്യൂ നിൽക്കാം. അതെ. പൂജയുടെ ടൈമിങ് നോക്കി വന്നു കഴിഞ്ഞാൽ അധികം ക്യൂവിൽ നിൽക്കേണ്ടി വരത്തില്ല. ഇപ്പം നോക്ക് രാത്രിയായി. നീ എപ്പോൾ കയറാനാണോ എന്തോ. ചുറ്റുവിളക്ക് കത്തിക്കണം, എന്തോ നേർച്ചയാണെന്ന് തോന്നുന്നല്ലേ? എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യാം? 1 മണിക്കൂറായിട്ട്. അവിടെ അല്ലേ നെയ്വിളക്ക്? അവിടെ നിന്ന് നമ്മൾ കത്തിച്ചിട്ട് അവിടെ നിന്ന് തൊഴാൽ മതി അല്ലേ? അതോ വിളക്ക് നമ്മൾ കൊണ്ടുവന്ന് വെക്കുന്നതാണ്? ഓ, ഇതൊരു ജനമാണ് നോക്ക്. ഭയങ്കര തിരക്ക്. സമയം ഇപ്പോൾ 8 മണി 9 മണി ആവാൻ പോകുന്നു. 6 മണിക്ക് വന്നതാ. ഭയങ്കര ക്യൂ ആയിരുന്നു. അങ്ങനെ ആദ്യത്തെ ദിവസം നമ്മൾ
ആദ്യത്തെ ദിവസം ഇതെല്ലാം കണ്ട് ഇറങ്ങിയപ്പോൾ 9 മണിയായി അല്ലേ? സ്വർണ്ണരഥം. അപ്പം നമുക്കിവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്ന ഡിന്നർ. മൂകാംബിക അന്നപ്രസാദ്. അപ്പോൾ അവിടെ അരങ്ങേറ്റം നടക്കുന്നു. അടിപൊളി. എന്നാ പോയി കഴിക്കാം. എന്തൊക്കെയാ? രസവും ചമ്മന്തി ഇല്ലേ? എന്നാ കഴിക്കാം. ആ, രണ്ടാമത് ചെല്ലുന്നവർക്ക് സാമ്പാറുണ്ട്. വെള്ളരിക്ക സാമ്പാർ അല്ലേ? അപ്പോൾ ഞങ്ങളത് ദർശനമൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ ദിവസത്തെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോവാണ്. നാളെ കൊടജാതിരി പോകാമെന്ന് വിചാരിച്ചു. രാവിലെ ഇവിടെ തൊഴുതിട്ട് ഞാനതാ വരുന്ന വഴിയിലെല്ലാം കരിക്ക് മേടിക്കാമെന്ന് പറഞ്ഞു. വീണ്ടും ഡിന്നർ കഴിക്കുക അല്ലേ? ഒരു ഡിന്നർ കഴിഞ്ഞതാ, ഇപ്പം വീണ്ടും വന്ന് മസാല ദോശ കഴിക്കുക. വണ്ടിയിൽ നിന്നൊന്നും ഇനി എടുക്കാനില്ലല്ലോ രാത്രിത്തേക്ക്. വെള്ളം എടുക്കണം അല്ലേ? ആ ശരി. ഈ വിളക്കാൻ നമ്മളിങ്ങനെ എടുക്കുക. രണ്ടാമത്തെ ദിവസം ഞങ്ങളിത് ഇവിടെ വന്ന് തൊഴുതിട്ടുണ്ട്. ഇനി കുടജാട്ടിലോട്ട് പോകാൻ പോകണം അല്ലേ? ഇന്ന് ഞങ്ങളെന്തായാലും സ്പെഷ്യൽ ദർശനം എടുത്താൽ കയറിയത്. കാരണം 3 മണിക്കൂർ ഇനി നിൽക്കാൻ വയ്യ. ഇന്ന് മല കയറണ്ടല്ലേ. 500 രൂപ കൊടുത്ത് ഞങ്ങൾ ദർശനം നടത്തി തിരിച്ചിറങ്ങിയിട്ടുണ്ട്. അതപ്പോൾ അമ്പലം അല്ലേ? അപ്പം നമ്മുടെ ഹോട്ടൽ എവിടെയാ? ആ ഒരു പാലം കയറി കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. എന്ത് എളുപ്പമായി പോയി. താങ്ക്സ് ടു പപ്പാന. അവരുള്ളത് കൊണ്ട് നമുക്ക് റൂം കിട്ടി. കാരണം ഇവിടെ ഫുള്ളായിരുന്നു. അത്രയും തിരക്കുള്ള സമയമല്ലേ ഈ സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇങ്ങോട്ട് വണ്ടിയിൽ വരാൻ കുറച്ച് പാടാണ്. അതെ അതെ.
ആ വണ്ടിയിൽ വരണമെങ്കിൽ നമ്മൾ ആ സൈഡിൽ കൂടെ വരണം. ആ സൈഡിൽ കൂടെ അത് കുറച്ച് ചുറ്റാണ്. അതെ അതെ, നല്ല ഭംഗിയുള്ള സ്ഥലം. ഇന്നലെ രാത്രി കണ്ടപ്പോൾ നല്ല വൃത്തികെട്ട സ്ഥലം പോലെ തോന്നിയതാ. പക്ഷെ ഇത്രയും ക്ലിയർ വാട്ടർ ആയിരുന്നെന്ന് അറിഞ്ഞില്ല. ക്ലിയർ വാട്ടറാണ്. കറുത്ത കളറാണ്, വാട്ടർ ക്ലിയർ ആണ്. അതെ, ശരി എന്നാ നമുക്ക് പോവാം അല്ലേ, ഫുഡ് കഴിക്കാം അല്ലേ. അപ്പോൾ ശൃംഗേരി കേട്ടിട്ടില്ലെന്ന് എന്തിനാ ചോദിക്കുന്നത്? ശൃംഗേരിയിൽ ഞങ്ങൾക്ക് ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിത് ഇവിടെ നിന്നാണ് കഴിക്കാൻ പോകുന്നത്. ഇന്നലെ രാത്രിയിൽ ഇവിടെ നിന്നാണ് കഴിച്ചത്. അമ്മ സജസ്റ്റ് ചെയ്ത ഹോട്ടലാണ്. എന്താ കഴിക്കുന്നത്? ഞാൻ പൂരി ഭാജി വാങ്ങിച്ചു, കഴിക്കട്ടെ. എങ്ങോട്ടാ എങ്ങോട്ടാ? കയറിയോ ജീപ്പില്? ഫ്രണ്ടിൽ തന്നെ വന്ന് സീറ്റ് പിടിച്ചിരിപ്പുണ്ട്. എന്താകുമല്ലോ. മൂകാംബികയുടെ അഡ്വഞ്ചർ ട്രിപ്പ് ബെസ്റ്റ്. കുടജാദ്രിയിൽ വെച്ചല്ലേ ദേവി മൂകാസുരനെ വധിച്ചത്? അതായത് സമുദ്രനിരപ്പിന് 4400 അടി മുകളിലാണെന്നും മഹീന്ദ്ര ജീപ്പിൽ മാത്രമേ അവിടെ പോകാൻ പറ്റുള്ളൂ, മുകളിലെത്തി കഴിഞ്ഞാൽ പിന്നെ മലയാളികളെ തട്ടിയിട്ട് നടക്കാൻ പറ്റില്ലാന്നും ഒക്കെ എനിക്കറിയാലോ. ഓഫ് റോഡിന് റെഡിയാണോ? ജീവിത്യ പട്ടിക്കൂടാ നൈസ്. പൊടിയാ പിടിച്ചിരുന്നോ? വരണ്ട് കിടക്കുക. ഉണങ്ങി വരണ്ട് കിടക്കും. നല്ല വെയിലാന്ന് തോന്നല്ല. ചെറിയ തണുത്ത കാറ്റ് കാണും. ഇതെല്ലാം പച്ചപ്പായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാണ്. വണ്ടി നമ്പർ
2018 വന്നത്. അങ്ങനെ എത്ര വർഷം എടുക്കാം? 8 വർഷത്തിന് ശേഷം വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. ചേട്ടൻ ആദ്യമായിട്ട്. എന്നാ കയറിക്കോ, തുടങ്ങിക്കോ. അതെ, നമ്മുടെ കുടജാദ്രി ഗ്യാങ് ഞാൻ വീണ്ടും നിങ്ങളെ കൂട്ടാതെ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. നിങ്ങളതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മളിത് കുടജാദ്രിയിൽ ഓഫ് റോഡ് കഴിഞ്ഞ് കയറുന്നതിൻ്റെ സ്റ്റാർട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പം നമുക്കിനി കയറി തുടങ്ങാം അല്ലേ? ബാ. ഇതാ കുളം കണ്ടോ നോക്ക്. കഴിഞ്ഞോ? എന്ത് ചെയ്യുന്ന തണുപ്പ് മാത്രം കേൾക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? പറ്റിയല്ലേ? കയറിയ പോവാ. അന്ന് കയറിയതും അന്ന് അണച്ചതും ഒക്കെ ഓർമ്മ വരും. അന്ന് ചെറുപ്പം. ഇപ്പം 30 കഴിഞ്ഞു. കയറുന്നില്ല. ഞാൻ പറയാറ് അന്ന് കയറിയപ്പം ചെറുപ്പം, ഇപ്പം 30 കഴിഞ്ഞു. അണയ്ക്കുന്നു. എന്നെ നോക്കുക വേണ്ട, പറ്റുന്ന പോലെയൊക്കെ കയറിക്കോ. ഇത്ര കയറിയിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അവിടെ പോയി നിൽക്കാം. എനിക്കും കുഴപ്പമില്ല. അണയ്ക്കുന്നു, അത്രേ ഉള്ളൂ. അണപ്പ തീർത്തിട്ട് കയറാൻ പറ്റില്ല. അന്ന് ആർഷയും ഞാനും കൂടെ തച്ചിന് വെച്ചാൽ കയറിയായിരുന്നു. इधर बैठने का नहीं, अभी मारूंगा सबको. इधर ही अच्छा जाएगा. സൂക്ഷിച്ചേ. ക്ഷീണിച്ചോ? പിന്നെ ക്ഷീണിക്കാതിരിക്കുമോ? ക്ഷീണിക്കത്തില്ല എന്നൊന്നും ആരോടും പറയണ്ട. ക്ഷീണിക്കും, നല്ലോണം ക്ഷീണിക്കാം. വിയർത്തൊലിച്ച് അണച്ച് എന്നിട്ടൊക്കെ മേളിൽ കയറാൻ പറ്റും. അങ്ങനെ എത്താറായി. അവിടെ പോയിരിക്കുന്നു, ഇവിടെ ഒരാളിരിക്കുന്നു. കുറച്ച് നേരം ഇരുന്നിട്ട് ഇനി കയറാം. ഫൈനലി എത്തി. ഓ, നല്ല തിരക്കുണ്ടല്ലോ. ക്യാമറ നോക്കണമെങ്കിൽ ഗ്ലാസ് വെക്കണം. അത്ര തണുപ്പില്ല. സക്സസ് ആയതിൻ്റെ കാണാം. അങ്ങനെ മുകളിലോട്ടുള്ളത് കഴിഞ്ഞു. ഇനി താഴോട്ടല്ലേ കുറച്ച് നേരം ഇരുന്നിട്ട് പതുക്കെ ഇറങ്ങാം. പോരാമേ നിൻ കൂടെ
ആ പാറയുടെ മുകളിൽ ഇരുന്നാ ഞങ്ങൾ ബ്രെഡും ചമൻ തിന്നെ. എൻ്റെ എടുക്കും ഓണം. എട്ട് വർഷം. എത്ര വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും കുടജാദ്രിയുടെ മലകൾ കയറി സർവജ്ഞ പീഠത്തിലെത്തിയിരിക്കുകയാണ്. സർവജ്ഞ പീഠം ഒന്ന് കാണിക്കും. തണുപ്പില്ല അല്ലേ? വെയിലുണ്ട്. ശങ്കരാചാര്യര് തപസ്സിരുന്ന സർവജ്ഞ പീഠം. അപ്പോൾ ഞങ്ങളിത് സർവജ്ഞ പീഠത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. സർവജ്ഞ പീഠം ശങ്കരാചാര്യ തപസ്സിരുന്ന സ്ഥലം. അങ്ങനെ നമ്മളത് സർവജ്ഞ പീഠത്തിൽ വന്നു, കുറച്ച് നേരം ഇരുന്നു അല്ലേ. പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തു. എൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ റീക്രിയേറ്റ് ചെയ്തു. പിന്നെന്താ, പിന്നെ ഇനിയൊന്നുമില്ല. ഞങ്ങൾ കുറച്ച് വെള്ളവും എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് തിരിച്ചിറങ്ങുവാണ് അല്ലേ. ഇത് രണ്ടും കഴിക്കാം തൽക്കാലം. എന്നിട്ട് താഴെ ചെന്നിട്ട് നമുക്ക് ലാവിഷായിട്ട് ഫുഡ് കഴിക്കാം. വേണ്ട അതാ ഇത്ര അണച്ചിട്ട് അത് കുടിച്ചപ്പോൾ എന്താ പോലെ ഛർദ്ദിക്കാൻ വരും. ഇതും വേണ്ട. അയ്യോ, ഇതിനകത്ത് കവറില്ലടേ. പണി പാളി. ഞാൻ വിചാരിച്ച് തിന്നേൻ്റെ ബാക്കി അങ്ങ് വെക്കാം. 2 വേഫറും കുറച്ച് ഫ്രൂട്ടിയും കുടിച്ച് ഇനി ഇറങ്ങാമല്ലോ. ഇനി ഇറങ്ങാം. ഇച്ചിരി വെള്ളം കൂടെ കുടിക്കട്ടെ. അപ്പോൾ ഇനി അടുത്ത തവണ വരുമ്പം കാണാം അല്ലേ. ഇനി കയറുമോ? ഇനി എപ്പോഴേലും കയറാം അല്ലേ. അപ്പോൾ കുടജാദ്രി ട്രക്കിംഗ് തിരിച്ചിറങ്ങാൻ പോവാണ്. മിക്കവാറും ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാനായിരിക്കും. എനിക്കറിയില്ല, നോക്കട്ടെ. താഴോട്ട് പോകുമ്പം വീഡിയോസ് വല്ലതും എടുക്കാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ ഞാൻ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ അടുത്ത യാത്രയുടെ വിശേഷം ഈ വ്ളോഗ് ഇവിടെ എന്താ പറഞ്ഞേ? ഇനി ബാംഗ്ലൂർക്ക് തിരിച്ചു വന്ന വീഡിയോ ഒന്നുമില്ലേ? അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കണ്ട അല്ലയോ? അപ്പം നമുക്ക് ഇനിയും ഇതിനകത്ത് ആഡ് ചെയ്യാൻ കുറേ കാണും അല്ലേ. ശരി, അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നില്ല ഗൈസ്. വേണ്ട, എൻ്റെ ഇവിടെ നിന്ന് എടുക്കുന്നില്ല ഞാൻ. അത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ട് ഈ വ്ളോഗ് എൻഡ് ചെയ്യിപ്പിക്കുന്നുള്ളൂ. ഞാനിവിടെ എടുക്കണ്ടേ? എടുക്കണം. ശരി, എന്ത് ഭംഗിയാ. കോടയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നൈസ്. എന്തൊരു ഭംഗി, എന്തൊരു ഭംഗി. കയറാനുള്ള പാട് പോലല്ല, തിരിച്ചാണ് ഏറ്റവും പാട്. അങ്ങ് തെന്നി അങ്ങ് പോകും എങ്ങോട്ടൊക്കെയോ. കൺട്രോൾ വേണം. കൺട്രോൾ ഇല്ലെങ്കിൽ പോയി. അതുകൊണ്ട് പതുക്കെ ഇറങ്ങിയാൽ മതി. ഇച്ചിരി സമയം എടുത്തിറങ്ങാം. കാല് മടങ്ങരുത്, ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു കമ്പുണ്ടെങ്കിൽ കുത്തി ഇറങ്ങാം. ഞാൻ ക്യാമറയും ട്രക്കിങ്ങും രണ്ടും കൂടെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക, മൾട്ടി ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
നല്ലത് ഇതല്ലേ അയ്യോ, നല്ല തണുത്ത കാറ്റ്, അതുകൊണ്ട് നല്ല സുഖം. വെയിലുണ്ടെങ്കിലും തണുത്ത കാറ്റാണ്, അതുകൊണ്ട് ക്ഷീണം അറിയുന്നില്ല. നമ്മൾ കയറി തുടങ്ങിയപ്പോൾ ഇറങ്ങി വന്ന ആൾക്കാർ വെറുതെ റിസ്ക് ആട്ടാ, ഭയങ്കര റിസ്ക്കാണ്. ഞാൻ അന്നേരം 1 മണിക്കൂർ നടക്കാണ്ട് അവിടെ ഒന്നും ഇല്ല അതിൻ്റെ അറ്റത്ത്. ആൾക്കാരെന്ത് ലുലുമഴ പ്രതീക്ഷയാണ് അതിൻ്റെ മേളിൽ കയറി പോകുന്നത്. ഞാൻ അന്നേരം പറഞ്ഞില്ലയോ ഇതുപോലെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ കുറേ ആളുകൾ ഉണ്ടാവും. എന്താണ് ഏതാണെന്ന് അറിഞ്ഞിട്ട് അതെ, കൊടജാതിരി പോകണം. കൊടജാതിരി എന്ന് പറഞ്ഞാൽ ഇതാണെന്നുള്ളതല്ലേ, പിന്നെ എന്ത്. ബീച്ചിൽ പോകണം, അല്ലെങ്കിൽ ലുലുമഴ പോകണം. അതെ. എൻ്റെ ഷൂ എന്തോ പണിയുണ്ടായിരുന്നു. ഞാൻ അന്നേരം ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഷൂ റെഡിയാക്കുന്ന. കുറേ ഉണ്ടോ ഇവിടെ ഇങ്ങനെ ഇരുന്ന്? കുറച്ചുകൂടെ വേണ്ടില്ല. ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഞാൻ ഷൂ റെഡിയാക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അന്ന് കാട്ടിന് മുന്നിൽ എടുത്ത വീഡിയോ കാണാതെ പോയത് ഈ ഭാഗത്തുനിന്ന് എടുത്തത്. അപ്പുറം കൊക്ക, ഇപ്പുറം നടപ്പാതെ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ പണി പാടും. അങ്ങനെ നമ്മളിത് ഫൈനലി താഴെ എത്തിയിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് തിരിച്ചിറങ്ങിയപ്പോൾ ഉള്ള പരുവം. അപ്പോൾ ഇനി വരുമ്പം കാണാം. നമ്മുടെ വണ്ടി. ഹലോ, പിടിച്ചാണേ. കൂളിംഗ് ഗ്ലാസിൻ്റെ അവസ്ഥ നോക്ക്, ഫുള്ള് പൊടി. തിരിച്ച് ഹോട്ടലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഭയങ്കര വെയിൽ. അങ്ങനെ തിരിച്ച് വന്നിട്ട് ഞങ്ങൾ ലഞ്ച് കഴിക്കുകയാണ്. ഊണ് തയ്യാറെന്നുള്ള ബോർഡ് കണ്ടപ്പം എന്തായിരുന്നു റിയാക്ഷൻ? ചാടിത്തുള്ളി ഓടിയാത്ത് അതാ, ഒരു ഊണിന് വേണ്ടി എന്നല്ല, വിശന്ന് പൊരിഞ്ഞു വന്നപ്പം എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ മനസ്സറിഞ്ഞ്.
അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞെന്ന് തോന്നില്ലേ? അല്ലല്ല, വൈകിട്ട് അമ്പലത്തിൽ പോവും, അന്നേരം കാണാം. സൗവർണികയിൽ കുളിക്കാൻ പോവാ. ചായ കുടിച്ചിട്ട് സൗവർണികയിൽ കുളിക്കാൻ പോവാ അല്ലേ? ക്രിസ്പി. സൗവർണിക കാണാൻ പോവല്ല, കുളിക്കാൻ പോകുന്നു. തെളിഞ്ഞ വെള്ളം, നല്ല സ്ഥലവും പച്ചപ്പും ഹരിതാപവും. ഇഷ്ടപ്പെട്ടു. സൗവർണിക തണുപ്പുണ്ട്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? കുളിക്കുന്നോ? കുരങ്ങനൊക്കെ ഉണ്ട് ഇവിടെ, നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് നഷ്ടപ്പെടുന്ന വസ്തുക്കൾക്ക് അമ്പലം ഉത്തരവാദിയായിരിക്കും. അങ്ങനെ ഞങ്ങളിത് സൗവർണികയിൽ ഇറങ്ങി കുളിപ്പിച്ചിട്ട് തിരിച്ച്. അപ്പോൾ എന്തായാലും ആ ഒരാഗ്രഹം കഴിഞ്ഞില്ലേ? അപ്പം ഇനി ഞങ്ങളിത് തിരിച്ച് ഹോട്ടലിലേക്ക് പോവാണ്. ഒന്ന് പറ്റുമെങ്കിൽ ഒന്നുകൂടി പോയി തൊഴണം അല്ലേ? എന്തേ? ഇതെന്തുവാ? പഞ്ചാമൃതോ? പായസമല്ലേ? പക്ഷെ അത് ഫുള്ള് നെയ്യല്ലേ? ഞാനവിടെ ഇരിക്കുമായിരുന്നു തറയിൽ. പക്ഷേ അവിടെ ഹോമം നടക്കുന്നതിൻ്റെ പുകയെല്ലാം കൂടെ അടിച്ച് എനിക്കവിടെ ഇരിക്കാൻ പറ്റാതായി. ഇല്ല, ഇന്നലെ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ ക്യൂവിൽ നിന്നുകൊണ്ട് മര്യാദയ്ക്ക് കാണാൻ പറ്റിയില്ല. ദേവസ്ഥാപന പൂജയാ ഇനിയില്ലേ? പൂജ ഉള്ളവർക്ക് അടിപൊളി. ഡിന്നർ വീണ്ടും മസാല ദോശ. ഈ ചട്നി നല്ല ടേസ്റ്റ് ഉണ്ട്. നാട്ടിലും കിട്ടുമല്ലോ അല്ലേ? ശരിയാ. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ച് ബാംഗ്ലൂർ പോവാ അല്ലേ? അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നും കാണിക്കാനായിട്ട് വ്ളോഗിലൊന്നും ഉണ്ടാവില്ല. യാത്ര തന്നെ, സ്ഥിരം വരുന്ന റോഡുകൾ തന്നെ. അപ്പോൾ ഈ യാത്ര നമുക്കിവിടെ അവസാനിപ്പിക്കാം അല്ലേ? അതെ, മറ്റൊരു യാത്രയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഓക്കെ. അമ്പാടിപ്പയ്യുകൾ മെയ്യും ചാണകമിടുന്നൊരു കാര്യം. അയ്യേ, ഇത് ഞാൻ റെക്കോർഡ് ചെയ്യേണ്ടി വന്ന എൻ്റെ ഒരു ഗതികേട്. കണ്ടോ? നമുക്ക് ഇങ്ങനത്തെ ഒരു റോഡ് യാത്രയിൽ ഇപ്പോഴല്ലേ ഒരു മഴ കിട്ടുന്നേ? പണ്ട് ആദ്യമായിട്ട് വന്നപ്പോൾ ഉള്ള
അതേപോലത്തെ ഒരു ഫീല്. അതിൻ്റെ ഇടയിൽ നമ്മൾ പോയിട്ട് ഒരിക്കലും മഴ പെയ്തിട്ടില്ലല്ലോ. മഴയില്ലാത്ത സമയത്ത് നമ്മൾ മഴയുള്ള സമയത്ത് നമ്മൾ അതിന് യാത്ര ചെയ്യാറുണ്ട്. ആ അതാണ്. പക്ഷെ ഇത് വലിയ മഴയും അല്ല, അതുകൊണ്ടൊരു രസമുണ്ട്. നെഞ്ചിലേ ചില്ല